ആൽബി തുടക്കം തൊട്ടേ എനിക്ക് മനസ്സിലൊരു ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. എന്താണ് നിന്റെ മുഖത്തൊരു പ്ലാൻ? അതാ പറ. ഫസ്റ്റ് സന്തോഷ്, ഒരു നടനെ കുറിച്ച് സംസാരിക്കാം, ഒരു പടത്തിന്റെ റിവ്യൂ കുറിച്ച് സംസാരിക്കാം. ഒരു നടന്റെ പേഴ്സണൽ ലൈഫെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. ആ ബിയർ വേണമെന്ന് സിപ്പ് ചെയ്തു, ആ ചമ്മലങ്ങ് മാറിക്കോട്ടെ, വല്ല കാര്യം ഉണ്ടായിരുന്നോടാ. ഇത് ഓപ്പൺ ആയിട്ട് പറയാൻ, ലാലേട്ടനെ കുറിച്ച് നിങ്ങൾ സംസാരിച്ചു, എല്ലാരും അറിഞ്ഞു അല്ലേ? അറിഞ്ഞോന്നോ? തെറ്റാണോ ഇല്ലയോ? മാപ്പ് പറയാം. കേട്ടല്ലോ. തനിക്ക് അങ്ങനെ തന്നെ വേണം. ഫസ്റ്റ് ആർക്കാ മാപ്പ് പറയേണ്ടത്? അവരുടെ വൈഫ്, ചേച്ചിക്ക്. ഇതിനേക്കാളും ഏറ്റവും വലിയ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ചെയ്തു, ബോഡി ഷേമിംഗ്. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളുടെ വാക്കുകൾ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്. ബോഡി ഷേമിംഗ് ചെയ്തോല്ലേ ഒരു നടിയെ കുറിച്ച്? എന്തിനാ എന്റെ നീല ഇങ്ങനെ ഓരോന്ന് പറയണേ? ഒരു സുഖം. നമ്മുടെ വീട്ടിലുള്ള ആളുകളെ കുറിച്ച് അങ്ങനെ സംസാരിച്ചാൽ ചുമ്മാ ഇരിക്കുവോ? അവർക്ക് ഒരു ചേട്ടനോ ഒരു അണിയനോ ഇരുന്നാൽ ചുമ്മാ വിടുവോ നിങ്ങള്? ദാറ്റ് ഈസ് റോങ്. ഉങ്ക എണ്ണം wrong, ഉങ്ക തിട്ടം wrong, you are totally wrong. ആരാണ് എല്ലാവർക്കും മനസ്സിലാവും. നിങ്ങൾ ഒരു നല്ല ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഇത് ഞാൻ പറയേണ്ടത്. ഇനി മേലാൽ നിന്റെ തൊള്ളോർന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ ഒറ്റ ചവിട്ടിന് ഞാൻ നിന്റെ ഡിഷ് പുറത്തെടുത്ത് ഇന്നത്തോടെ നിർത്തുന്ന സംപ്രേഷണം പന്നി. നിന്നെ ജീവനോടെ പാലക്കാട്ടേക്ക് കെട്ടിയെടുക്കാന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തല്ല. ഒരു പടം കണ്ട് ഒരു പ്രേക്ഷകർ എന്ത് വേണമെങ്കിലും പറയാം, അവരുടെ പേഴ്സണൽ അഭിപ്രായം. ഞാനിത് ക്യാപ്റ്റനോട് അങ്ങോട്ട് പറയാൻ നിന്നാ. പക്ഷെ ഒരു നടനോ ഒരു നടിയുടെ ബോഡി പാർട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു നടന്റെ പേഴ്സണൽ കാര്യം കുറിച്ചോ സംസാരിക്കാൻ നിങ്ങൾക്ക് അധികാരമില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പോളജൈസ് ടു ഓൾ ദ പീപ്പിൾ. കാരണം ആ നടി കുറിച്ച് പറഞ്ഞപ്പോഴും നിങ്ങളുടെ കുട്ടികൾ കാണില്ലേ? നിനക്ക് എന്തിന്റെ കേടാ? നല്ല അടി കൊള്ളാം, ഇത് കേടാ. നിങ്ങൾ വൈറലാണോ? കുട്ടികൾ കാണൂല്ലേ? നിങ്ങളുടെ അമ്മ കാണൂല്ലേ? ഇതൊക്കെ എന്തിനിവിടെ പറയാൻ പോകുന്നു? അല്ല, ഒരു കണക്ഷൻ കിട്ടിയപ്പോ അപ്പൊ അമ്മ എന്ത് പറയും? ഇങ്ങനെയൊക്കെ സംസാരിക്കും വിചാരിക്കോ? സ്വന്തം അമ്മ അങ്ങനെ വിചാരിക്കോ? എന്ത് കഷ്ടാവല്ലേ, മനസ്സ് കഷ്ടാവല്ലേ? ഏത് ഗുളിയം കയറിയ സമയത്താടോ ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ തോന്നിയത്? ഇപ്പോഴല്ലടാ നിന്റെ മുഖം വവ്വാല് ചപ്പിയ പോലെ എവിനായത്. അപ്പോളജൈസ് ടു എവരിബഡി. ലാൽ സാറിനോടും ചിത്ര ചേച്ചിയോടും പിന്നെ ലാൽ സാറിന്റെ ഫാൻസിനോടും പിന്നെ ബോഡി ഷേവിംഗ് ചെയ്ത ആ നടിയോടും മാപ്പ് പറയും. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. മനസ്സിലാവൂല. ഇനി ഇത് ആവർത്തിക്കില്ല. മാപ്പ് മാപ്പ് മാപ്പ്. അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. അമ്മ അസോസിയേഷനിൽ പേരെടുത്ത് പറയുന്നില്ല, ഒത്തിരി നടന്മാർ എന്നെ വിളിച്ചിരുന്നു, നടിമാരും വിളിച്ചിരുന്നു. അവർ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു കാര്യം, 2 കൊടുക്കേണ്ടമായിരുന്നു. ആക്ടേഴ്സ് മാത്രമല്ല, പൊതുജനങ്ങൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ഫേസ്ബുക്ക് യൂട്യൂബ് എടുത്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എല്ലാവരും പറയുന്നു, അയ്യോ 2 കൊടുക്കാമായിരുന്നു പ്ലീസ്. ഇതാണ് എല്ലാവരുടെയും ഇത്. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? മുതലാളിയുടെ കഷ്ടകാലം ഒന്നല്ലാതെ ഞാൻ എന്താ പറയാ? നിങ്ങളുടെ ഒക്കെ ഒരു മോറൽ സപ്പോർട്ട് ഇക്കാര്യത്തിൽ കിട്ടുന്ന എല്ലാം പറഞ്ഞപ്പോ മതിയായി. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. ഗുണ്ടാ സംഘം ഉണ്ടോ? ചേട്ടന് പേടിയുണ്ടോ? ശരിക്കും ബാലയെ പേടിയുണ്ടോ? പേടിയുണ്ടോ? അതുകൊണ്ടല്ല ഞാൻ അപ്പൊ തന്നെ സ്കൂട്ടായത് അവിടുന്ന്. തനിക്കറിയാവുന്ന ഇവിടെ തോക്കുണ്ടെന്ന് ഇവിടെ എത്തിയപ്പോഴല്ലേ അറിയുന്നുള്ളൂ, അല്ലാതെ ഇയാൾക്ക് അറിയില്ല. ഒരു ബാഗ് മാസ്ക് ഇട്ട കൂളിംഗ് ഗ്ലാസും വെച്ച് ഒരു ബാഗിനകത്ത് ഒരു സാധനം കൊണ്ടെന്ന് ഇയാൾക്ക് അറിയാം. ഇവനോട് ചോദിച്ചപ്പോഴാണ് ഞാൻ തുറന്നു കാണിച്ചത്. ഞാൻ കഞ്ചൂസനും ലുബ്ധനുമാണെന്നാണല്ലോ നിങ്ങൾ പറഞ്ഞു വരുത്തിയിരിക്കുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്യും. നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷൻ പോകുന്ന അറിഞ്ഞിട്ടാണ് എല്ലാ വെടിയൊന്നും എടുത്തത്. ബ്യൂട്ടിഫുൾ. തോക്ക് ചൂണ്ടിയിരുന്നോ? തോക്ക് ഞാൻ കണ്ടില്ല. സത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ നിങ്ങൾ പൂട്ടിയിട്ടോ? ഇല്ല. പിന്നെ ചെകുത്താൻ പറയുമ്പോൾ നിങ്ങൾ പറയുന്നു എനിക്ക് പേടിയാണെന്ന്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ.
മുതലാളി മറന്നുപോയതാ. അല്ല ചേട്ടന് പേടിയുണ്ടോ ശരിക്കും? ബാലയെ പേടിയുണ്ടോ? പേടിയുണ്ടോ? ബാലയ്ക്ക് ഓരോന്ന് തോന്നുന്നു, ബാല ഓരോന്ന് ചെയ്യുകയായി കാണുന്നു. ഈ നാട്ടിന് പറ്റിയ ആളാണെന്ന് കണ്ടിട്ട് തോന്നുന്നില്ല. ഈ ഭൂമിക്ക് പറ്റിയ ആളെന്ന് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ നാടൽപ്പം പെശക. ഞാനും ബാല ഉടനെ തന്നെ പറ്റിച്ച് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് എന്റെ നേരെ ഈ പണിയൊക്കെ കാണിച്ചേക്കുന്നു. അപ്പൊ ബാല അതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല. ഇത് ബാല തോക്കെടുക്കുന്നു. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഇത് നടന്നത് വ്യക്തമായിട്ട് ഞാൻ പറയാം. എന്നെ പ്രൊവോക്ക് ചെയ്തു. സന്തോഷ് വർഗീസ്, നീ പോയി ഇങ്ങനെ സംസാരിക്ക്, എൻ്റെ അടുത്ത് കൊണ്ടുവാ. ആ സമയത്ത് ഞാൻ വീട്ടിൽ ഉണ്ടാവില്ല. എന്നെ ആക്രമിച്ച് ഞാൻ പറയാം, എനിക്കും നിനക്കും നല്ല പബ്ലിസിറ്റി കിട്ടും എന്നുള്ള ഒരു പ്ലാനിങ് നടന്നിട്ടുണ്ട്. അതായത് സന്തോഷ് വർഗീസും ചെകുത്താനും തമ്മിൽ നടത്തിയ പ്ലാനിങ് ആണ്. അതെ. എന്തായാലും സംഗതി കൊള്ളാം. നിങ്ങൾ ആദ്യം പട്ടിയാക്കി മാറ്റുന്ന കൂട്ടർ തന്നെയാണ്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. സന്തോഷ് അഡ്രസ്സ് അപ്പുന്നു പോകുന്നു, ഞാൻ പോയി വണ്ടിയിൽ പോയി എടുക്കാം എന്നൊക്കെ പറയുന്നു. എൻ്റെ ഡ്രൈവറെ വിളിക്കുന്നു, എൻ്റെ ഡ്രൈവറുമായിട്ട് ഭയങ്കരമായിട്ട് വാ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞിട്ട് വിനുവെ കൊണ്ടുപോകുന്നു. ഇതൊക്കെ ചിന്തിക്കുമ്പോൾ എന്താണെന്നറിയോ, ചെകുത്താനും ഇവരും തമ്മിൽ സംസാരിച്ചിട്ട് ഇവരെന്തോ പ്ലാൻ ചെയ്തിരിക്കുന്നു. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. എന്നെ സംശയിക്കരുത്. ആര് മാറുന്ന പോലാണല്ലോ കുറുപ്പേ അവള് കൂറ് മാറുന്നത്. ബാലയെ ചതിപ്പെടുത്താനായിരുന്നു സന്തോഷ് വർഗീസ് അടക്കമുള്ളവരുടെ ഒരു ശ്രമം അല്ലേ? ഇപ്പൊ ചിന്തിക്കുമ്പോൾ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. പോലീസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത ശേഷം ഇല്ല, ഞാനത് സമ്മതിക്കല. ഞാൻ തെറിച്ചാ താനും തെറിക്കും. താൻ കട്ടുന്നതിന്റെ കണക്കൊക്കെ അവന്മാര് കുത്തിപ്പൊക്കും. അയ്യോ എന്തയ്യോ. നിങ്ങൾ തന്നെ ഒരു കുറച്ച് ബുദ്ധി യൂസ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ലാപ്ടോപ്പ് പൊട്ടിക്കാൻ ശ്രമിച്ചു, ഫ്രിഡ്ജ് പൊട്ടിക്കാൻ ശ്രമിച്ചു, തോക്ക് കൊണ്ടുവന്നു. ലാപ്ടോപ്പ് പൊട്ടിയോ? ഫ്രിഡ്ജ് പൊട്ടിയോ? ഏതെങ്കിലും പൊട്ടിയോ? അതിപ്പോ അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല. തുടങ്ങിയിട്ടേ ഉള്ളൂ. നിർത്തിക്കോളും. ഇറ്റ് ഇസ് നോട്ട് എ സജഷൻ, ഇറ്റ് ഇസ് എ ഡെസിഷൻ. ഞാൻ മുടിവ് പണ്ടപ്പാ. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ വിളിച്ചോ? ഇങ്ങനെ അല്ലാതെ ഇവനെ ഒരു മനുഷ്യനാക്കി എടുക്കാൻ പറ്റില്ല ശങ്കരേട്ടാ. അളിയനെ ഞാൻ ഉപദേശിച്ച് ഒരു വഴിക്കാക്കി തരാം. ചരച്ചുവോ മീശ മാധവ? ആ മോന്തായ ഒന്ന് കാണട്ടെ. നല്ല ഇസ്തിരിപ്പെട്ടി പോലെ ഇരിക്കും. ഒന്ന് കാണട്ടെ. ഈ കുട്ടി ചിരിക്കും. സാറിന് ടോയ്ലറ്റ് പോകാൻ പറ്റുന്നുണ്ടോ? ഫേസ് വല്ലാണ്ടിരിക്കുന്നു. ഹീറോടാ ഹീറോ. മുടുക്കനായിപ്പ സുടിച്ച് ഇതേതാ? ആരാ ഇവൻ? ചേട്ടന് മനസ്സിലായില്ലേ? ഇല്ല, ഞാനാണ്. പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള്. ഇതെന്താടാ ശവപ്പെട്ടി എണീറ്റ് വന്നതാ? ലൈസൻസ് എടുക്കടാ. இந்த மாதிரி മീശ വളർത്തർക്ക് ലൈസൻസ് എടുക്കടാ. നീ ആരടാ മീശ മാറ്റാനാ? മീശയുടെ പേരെന്താ? എന്റെ മീശയ്ക്ക് ഞാൻ പേരിട്ടിട്ടില്ല. പോലീസ് നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം. എനിക്ക് വേണ്ട സാറേ. ഇടിക്ക് ബേബി, എനിക്കൊരുപാട് പണിയുണ്ടെന്ന്. ചതിച്ചത് തന്നെ. ഇയാളുടെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഈ ഹോസ്പിറ്റലിൽ കക്കൂസില്ലേ? എന്താ കേശവ? നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തതിൽ ഏറ്റവും ഗംഭീര കളക്കിയത് ഈ പ്രാവശ്യം. വൈറൽ എന്ന് പറഞ്ഞാൽ മധുര വൈറലാണ്. ആരൊക്കെയാണ് ട്വീറ്റ് ചെയ്തേക്കണേ? ഇമാജിൻ ചെയ്യാൻ കൂടി പറ്റില്ല. പന്നിപ്പൊളിയായിരുന്നു. ഇപ്പം സോഷ്യൽ മീഡിയ എടുത്തു നോക്കി കഴിഞ്ഞാൽ വിനയ് ഫോർട്ട് തരംഗമാണ്. ട്രോളിൽ വിനയ് ഫോർട്ട്, വീഡിയോയിൽ വിനയ് ഫോർട്ട്, എവിടെ നോക്കിയാലും വിനയ് ഫോർട്ട് തരംഗമാണ്. ഇത്ര പെട്ടെന്ന് നിനക്ക് ഈ ഉയർച്ച ഉണ്ടാകുമെന്ന് ഈശ്വരനാണ് ഞാൻ കരുതി. എന്താണ് അതിന് കാരണം? അപ്പൊ എനിക്ക് അറിയാമായിരുന്നു ഇത് കുറച്ച് കോമഡിയാണെന്നുള്ളത്. പക്ഷെ ഇത് കൂടുതൽ കോമഡിയാണെന്നുള്ളത്
പ്രസ് മീറ്റ് കഴിഞ്ഞപ്പോൾ ആളുകൾ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ ട്രോളൊക്കെ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവസാനം എല്ലാരും കൂടി എന്നെ പൊക്കി എടുത്തോണ്ട് പോവുകയായിരുന്നു. നിങ്ങളെ കുറിച്ച് ഇങ്ങനെയൊന്നും ഇത്രയൊന്നും ആരും വിചാരിച്ചിരുന്നില്ല. അയ്യോ സാർ, രാവിലെ മുതൽ ഇത് കേട്ടിട്ട് ഞാൻ വഴിയേ സാർ. ഇതിന്റെ ഒക്കെ മുകളിൽ എന്താണെന്ന് അറിയോ, നമ്മുടെ സിനിമക്ക് ഭയങ്കര പ്രൊമോഷൻ കിട്ടും. പോയിന്റ്. എനിക്ക് ഷാപ്പിലേക്കുള്ള യാത്ര ലാഭം. ഇപ്പൊ പറ, ആരാ മണ്ടൻ മരമണ്ട? എന്നെ സംബന്ധിച്ച് ഈ ട്രോൾ എന്ന് പറയുന്നത് ഞാൻ എക്സ്ട്രീംലി ഹാപ്പിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു നടനാണ്. ഞാനൊരു കമേഴ്ഷ്യൽ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളാവുമ്പോൾ ഏറ്റവും കൂടുതൽ വിസിബിലിറ്റി ഉള്ള ആൾക്ക് അത് സ്ട്രെങ്ത് ആണ്. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. പാട്ട് പാടാൻ അറിയാവോ? 2 ഗ്ലാസ് അച്ചാറും കൂടെ. മനസ്സിലായില്ലേ? ഇനി മനസ്സിലായില്ലേ? ഒന്നുകൂടെ കേട്ടോളൂ. എന്താ നിന്റെ ശബ്ദത്തിന്റെ ഒരു മാറ്റം? തൊണ്ടയിൽ കിച്ചാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹോയ് വിടുന്നത് വളരെ നല്ലതാ. ആകെ ഈ 2 സാധനങ്ങളുള്ളോ? ഇവയ്ക്ക് പുറമെ ഞാൻ തന്നെ ഗവേഷണത്തിൽ കണ്ടെത്തിയ 4 രസങ്ങൾ വേറെയുമുണ്ട്. കണ്ടക ശനി കൊണ്ടേ പോകൂ. ഇത് വലിയ ശല്യമായില്ല പണ്ടാടകാരായിട്ട്. ശ്രീനി ആ ഗിയർ ലിവർ എടുത്തോളൂ, ഇയാളെ തലക്കെട്ടൊന്നും കൊടുക്കട്ടെ. നിനക്ക് എന്താ അസുഖം? എന്താടാ ഇത്? ഇതിന്റെ പേരും പാട്ടെന്നാണോ? നീയായിരുന്നു. ഞാൻ വിചാരിച്ചത് പട്ടി ഓരിയിടുകയായിരുന്നു. എന്തിനാടാ ഇങ്ങനെ ഓരിയിടുന്നത്? സംഗീത ബോധമില്ലാത്തവർക്ക് അങ്ങനെ പലതും തോന്നും. ആടിന്റെ അതേ ശബ്ദം. അല്ലെങ്കിലും നീയൊന്നും എന്നെ അർഹിക്കുന്നില്ലടാ. മിടുക്കനായിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. പതുക്കെ അവനൊരു തോൽവിയാവാൻ തുടങ്ങി. ഫ്യൂസൂരി KCB വടക്കോട്ടുള്ള ലൈനിൽ ചെറിയൊരു പണിയുണ്ട്. ഫീസ് ഒന്ന് ഊരണം. മട്ടന്നൂർ എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിന്റെ ഫ്യൂസാണ് ഇപ്പോൾ KCB ഊരിയിരിക്കുന്നത്. മാസങ്ങളായി വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്നാണ് KCBയുടെ നടപടി. നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. എന്നാലും എന്റെ തിരുമേനി, ഇത് കോണം പോണ പരിപാടിയായി പോയി. എന്ത് തെറ്റാണ് ഞാൻ നിങ്ങളോട് ചെയ്തത്? KCB അവരുടെ വാഹനത്തിന് മുകളിൽ തോട്ടി കൊണ്ടുപോയി എന്ന് പറഞ്ഞുകൊണ്ട് RTO പിഴ ഈടാക്കുന്നു. ആ പിഴ ഈടാക്കിന് തൊട്ടു പിന്നാലെ KCB ഉദ്യോഗസ്ഥരെത്തി RTO ഓഫീസിന്റെ ഫ്യൂസ് ഊരുന്നു. അതാണ് സംഭവങ്ങൾക്കൊക്കെ തുടക്കം. നെയ്യാറ്റിങ്കര ഗോപൻ ചെയ്തതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല. എന്നാലും ഈ നിയമം കയ്യിലെടുക്കാന്നൊക്കെ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും KCBയും MBDയും കൊമ്പ് കോർത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 4-1 എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ ഒരു സ്കോർ നിലയായിട്ട് ജനങ്ങളൊക്കെ പറയുന്നത്. നിനക്കെന്നാടാ ഒരു സന്തോഷമില്ലാതെ? സന്തോഷിക്കുന്നതിന്റെ അപ്പച്ചത്തൊന്നുമില്ല. കണ്ണൂരും പാലക്കാടുമാണ് ഇന്ന് KCBയുടെ വകയായിട്ട് MBDക്ക് തിരിച്ച് അങ്ങോട്ടൊരു പണി കൊടുത്തത്. അത് ശരി, നീ പകപോക്കാണല്ലേടാ. ഏറ്റവും ആദ്യത്തെ പണി കൊടുത്തത് MBD KCBക്കിട്ടായിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂർ മട്ടന്നൂർ എൻഫോഴ്സ്മെന്റ് RTO ഓഫീസിന്റെ ഫ്യൂസ് ആദ്യം KCB ഊരി. അപ്പുക്കുട്ടനോട് കളിക്കരുത്, കളിച്ചാ കളി പഠിപ്പിക്കും. നമ്മൾ വിചാരിച്ചു അതോടുകൂടി നിർത്തുമെന്ന്. മാസങ്ങളായിട്ട് വൈദ്യുതി ബിൽ അടയ്ക്കാത്തതിനെ തുടർന്നായിരുന്നു KCBയുടെ ആദ്യത്തെ നടപടി. പക്ഷേ അതുകൊണ്ട് നിർത്തിയില്ല. ഒറ്റപ്പാലത്ത് DO ഓഫീസിന്റെ ഫ്യൂസ് KCB പിന്നീട് ഊരി. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. അല്ല, ഇതിപ്പോ എങ്ങനെ വൃത്തികെട്ട മാർഗത്തിലൂടെയാണോ ആളുകളെ തോപ്പിക്കുന്നത്? മാർഗം എനിക്ക് പ്രശ്നമല്ല, ലക്ഷ്യമാണ് എന്റെ ഉന്നം. 64,000 രൂപയുടെ കുടിശ്ശിക വന്നതോടെയാണ് ഈ രണ്ടാമത് ഇന്നത്തെ ഒരു നടപടി KCBയുടെ ഭാഗത്ത് നിന്ന് MBDക്കെതിരായിട്ട് ഉണ്ടായത്.
എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. ഈ ഒരു വിഷയം സോഷ്യൽ മീഡിയ ഇപ്പോൾ ഒരു രണ്ട് ഭാഗത്തായിട്ട് നിന്ന് ഈ അർജന്റീന ബ്രസീൽ ഫാൻസ് അവിടെ ഇവിടെ നിന്ന് തമ്മിൽ ആവേശം കൊടുക്കുന്ന പോലെ ഇങ്ങനെ വലിയ ആവേശത്തോടു കൂടിയിട്ട് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന. ഇനി 3 ഗോൾ അവർ തിരിച്ചടിക്കുമോ, ഇത് എങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ക്ലൈമാക്സ്, ആര് ജയിക്കും, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിനി എവിടം വരെ പോകുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി എത്ര ഓഫീസുകൾക്ക് ഫീസ് ഊരും? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചു. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടുന്നു? അതായത് 4 ഗോൾ ഇപ്പോൾ KCB അടിച്ചു, ഇപ്പോൾ MBD ഒരു ഒറ്റ ഗോളേ ഉള്ളൂ. പഴശ്ശിയുടെ യുദ്ധങ്ങൾ കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. കാത്തിരിക്കാം, കാണുക.